പീഡിതനൊരഭയസ്ഥാനം, സങ്കടങ്ങളിൽ നൽതുണ നീ. ഞാൻ കുലുങ്ങുകില്ല, ഒരു നാളും വീഴില്ല, എൻ്റെ യേശു എൻ്റെ കൂടെയുള്ളതാൽ. ഞാൻ കുലുങ്ങുകില്ല, ഒരു നാളും വീഴില്ല, എൻ്റെ യേശു എൻ്റെ കൂടെയുള്ളതാൽ. എൻ്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. മേഘധ്വനി മുഴങ്ങും, ദൂതരാർത്ത് പാടിടും, നാമും ചേർന്ന് പാടും ദൂതതുല്യരായി. മേഘധ്വനി മുഴങ്ങും, ദൂതരാർത്ത് പാടിടും, നാമും ചേർന്ന് പാടും ദൂതർ തുല്യരായി. തകർക്കും നീ ദുഷ്ടഭുജത്തെ, ഉടയ്ക്കും നീ നീചപാത്രത്തെ. സിയോൻ പുത്രി ആർക്കുക, എന്നും സ്തുതി പാടുക, നിന്റെ രാജരാജൻ എഴുന്നള്ളാറായി. സിയോൻ പുത്രി ആർക്കുക, എന്നും സ്തുതി പാടുക, നിന്റെ രാജരാജൻ എഴുന്നള്ളാറായി. എൻ്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിനും ധ്വനി കേൾക്കാറായി. മേഘധ്വനി മുഴങ്ങും, ദൂതരാർത്ത് പാടിടും, നാമും ചേർന്ന് പാടും ദൂതർ തുല്യരാ. മേഘധ്വനി മുഴങ്ങും, ദൂതരാർത്ത് പാടിടും, നാമും ചേർന്ന് പാടും ദൂതർ തുല്യരാ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കാൽവറി ക്രൂശിലെ രക്തത്താൽ ജയം, എൻ്റെ യേശുവിൻ്റെ രക്തത്താൽ ജയം, എൻ്റെ യേശുവിൻ്റെ നാമത്താൽ ജയം. കടന്നു വരണമേ കർത്താവേ, കടന്നു വരണമേ. നല്ല പ്രഭാതത്തിൽ ഞങ്ങളുടെ മൺകുടാരങ്ങളിൽ കടന്നു വരണമേ, ഞങ്ങളിൽ കടന്നു വരണമേ കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്നവരെ മക്കളെയും ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തെ സമ്പൂർണ്ണമായി ഒന്ന് സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തെ ഒന്ന് തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ സകല ഭാരങ്ങളും രോഗങ്ങളും എൻ്റെ അപ്പൻ്റെ പാദപിടിച്ചിലൊന്ന് ഏൽപ്പിച്ചു തരട്ടെ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ അതിമനോഹരമായ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി തന്നുവെങ്കിൽ ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം തന്ന് പോഷിപ്പിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരിക കർത്താവേ. ഇന്ന് വരെ അത്ഭുതം അതിശയമായി ഞങ്ങളെ നടത്തിയ ദൈവം നീ മാത്രമാ. ഉള്ളം നിറഞ്ഞടിയൻ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വീണ്ടും ഞങ്ങളെ നടത്തുവാൻ സർവശക്തനായ ബലമുള്ള കരങ്ങളിൽ സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കുന്നു. സൗഖ്യത്തോടെ സമാധാനത്തോടെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ സഹായിക്കണമേ. അവരുടെ പഠനത്തെ മാനിക്കണമേ. അവരുടെ പരീക്ഷകളിൽ കൂടെ ഇരിക്കണമേ. ജയത്തോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നടത്തണമേ. പ്രത്യേകിച്ച് ജനുവരി മാസത്തിൽ പല കർത്താവ് പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. 4-ാം തീയതി മുതൽ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷ ആരംഭിക്കും. സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ, അത്ഭുതവാന, വീരനാം ദൈവ, നിത്യപിതാവ, സമാധാനത്തിൻ്റെ ദൈവമാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നതായ ബുദ്ധിയും ആലോചനയും അപ്പച്ചൻ കൊടുക്കണം. അവർ നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം. നല്ല മാർക്കോടെ അവർ പാസ്സാകണം. എൻ്റെ കർത്താവിൻ്റെ കരം അവരെ ചേർത്ത് പിടിക്കണമേപ്പാ. തക്ക സമയത്ത് നിൻ്റെ അൻപാർന്ന കരം അവരെ ചേർത്ത് പിടിച്ച് കുഞ്ഞുങ്ങൾക്ക് പോലും ഒരു അത്ഭുതമായി മാറുവാൻ തക്കണം. വലിയ ജയമൊരുക്കി സഹായിക്കണം. അവരാഗ്രഹിച്ച തുറമുഖത്ത് അവർക്ക് എത്തിച്ചേരുവാൻ തക്കണം. ദൈവമിടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, മറ്റ് വിവിധ കോഴ്സുകളുടെ ഹല്ലേലൂയ കർത്താവേ, പഠനത്തിനായിട്ട് ആമേൻ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണേ. തുടക്കം മുതൽ നന്നായി പഠിച്ച് നന്നായി പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സാകണം. വിദേശ രാജ്യത്തൊക്കെ കടന്നു പോകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വഴിവാതിൽ തുറന്നു കൊടുക്കുമാറാകണം. അവരുടെ തടസ്സങ്ങളും മുടക്കങ്ങളൊക്കെ മാറ്റുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുക കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ഹല്ലേലൂയ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കാൻ സഹായിക്കണമേ. വിവാഹത്തിന് തയ്യാറെടുക്കുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കുന്നു. ഒന്നിനും കുറവ് കൂടാതെ കാനാവിലെ കല്യാണം പോലെ എല്ലാം ഭംഗിയായി നടപ്പാൻ സ്വർഗം സഹായിച്ചാട്ട് കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. തമ്പുരാനെ അത്ഭുതം ചെയ്യണമേ. വഴികളെ തുറക്കണമേ അപ്പാ. ജോലി ചെയ്യുന്ന മക്കളെയും അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമേ. ആമേൻ. യാതൊരു കൈപ്പിഴയും കൂടാതെ എല്ലാം ചെയ്തെടുപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണമേ. ഭീതിയോടും ഭാരത്തോടുമൊക്കെ ജോലി ചെയ്യുന്ന മക്കളുണ്ട് കർത്താവേ. നീ അവർക്ക് ഉറപ്പും ധൈര്യവും കൊടുത്ത് സകലതും നന്നായി ചെയ്യുവാൻ സഹായിക്കുമാറാകണം. നല്ല പ്രതിഫലം കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവേ.
കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് സമാധാനവും സന്തോഷവും ലഭിപ്പാൻ തക്കണം മുഖാന്തരം ഒരുക്കണമേ. കർത്താവേ, വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരുണ്ട്. അവർക്ക് നല്ല തലമുറകളെ കൊടുത്ത് അനുഗ്രഹിച്ചാട്ട് കർത്താവേ, ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. അവരെ മാസത്തിയോളം കൂടെയിരുന്ന് ഉള്ളംകരത്തിൽ വഹിച്ച് സുഖപ്രസവം നൽകി ഊനമില്ലാത്ത പൈതങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സ്വർഗം ഇടയാക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നപ്പാ, അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും സ്വർഗത്തിലെ അപ്പച്ചൻ തീർത്തു കൊടുക്കും. അതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാർക്കുവാൻ ഭവനമൊരുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാ. ഭവനം പണിതുകൊണ്ടിരിക്കാൻ മക്കളുണ്ട് കർത്താവേ, അതിനെ പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യമൊരുക്കിക്കാട്ടെ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവേ. ഈ സമയം ഹാലിൽ യാത്ര പോകുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ യാത്രകളിലും കൂടെ ഇരിക്കണം. സുഖകരമായി യാത്ര ചെയ്ത് നിശ്ചിത സ്ഥാനത്ത് എത്തിച്ചേരുവാൻ സ്വർഗം സഹായിക്കണം. പിന്നെയും കരുണയുടെ കരം അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നന്മയുടെ അനുഗ്രഹത്തിൻ്റെയും വഴിവാതിൽ തുറന്നു കൊടുത്തുകൊണ്ട് സ്വർഗം മാനിച്ചേ മതിയാകുന്നു പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കട്ടെ. ഓരോ വാഹനത്തിലും അപ്പച്ചൻ്റെ കരം ചേർത്ത് പിടിച്ചേ മതിയാകൂ. അപകടങ്ങളിൽ നിന്നെല്ലാവരെയും വിടുവിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ ഉപജീവനമാർഗം കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. തമ്പുരാനൊന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണം. നല്ലൊരു ശേഷിപ്പ് തന്ന് സഹായിക്കണം. വാങ്ങുന്നവരാകാതെ കൊടുക്കുന്നവരാ മക്കളായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബിസിനസ് ചെയ്യുന്ന മക്കളെ ഏൽപ്പിക്കുന്നു. ബിസിനസ്സിൽ ചില തകർച്ചകൾ അനുഭവപ്പെട്ട ജീവിതങ്ങളുണ്ട് കർത്താവേ. ഈ 2025 തൻ്റെ കുഞ്ഞുങ്ങളുടെ സാമ്പത്തികമായ സകല ബുദ്ധിമുട്ടും മാറ്റി അവരുടെ ബിസിനസ്സിനെ അനുഗ്രഹിച്ചുകൊണ്ട് നന്മയ്ക്കായി അനുഗ്രഹത്തിനായി സ്വർഗം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മാറ്റുമേറിയ സാക്ഷ്യം കേൾപ്പാൻ ദൈവമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എവിടെയായിരുന്നാലും പൊന്നുകരം ചാർത്ത് പിടിക്കണം. പോക്കിലും അറിവിലും എല്ലാം കൂടെ ഇരിക്കണം. ദൈവം എനിക്ക് വലിയ വെച്ചതെന്ന് കേൾക്കുവാൻ തക്കണം. സ്വർഗവരുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ, സ്തോത്രം. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ അനുഗ്രഹിക്കണം. അനാഥരെ വിധവകളെ കാത്തുകൊള്ളണം. മാതാപിതാക്കളെ സംരക്ഷിക്കണം. വാർദ്ധക്യത്തിലായിരിക്കുന്ന താങ്ങിക്കൊള്ളണം. പൈതങ്ങളെ വളർത്തിത്തരണം. ഞങ്ങളുടെ യുവാക്കന്മാരെ പരിപാലിക്കണം. അരുതാത്തതിലൊന്നും അകപ്പെട്ടുവാൻ സമ്മതിക്കല്ലേ. വക്രതയും കോട്ടം നിറഞ്ഞ തലമുറയാ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഹാലിൽ ശത്രു കാണാതെ സ്വർഗം സൂക്ഷിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെയൊക്കെ സമർപ്പിക്കുന്നപ്പാ, അവരുടെ ഹൃദയത്തിന് ആശ്വാസം കൊടുത്ത് പ്രത്യാശയോടെ ജീവിപ്പാൻ തക്കണം ഓരോ ജീവിതങ്ങളെയും സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. അപ്പാൻ, ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരുന്നു. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്നവരോട് മനസ്സലീനം കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എഴുന്നേറ്റ് നടക്കുവാൻ കഴിവില്ലാതെ കിടക്കകളിൽ മാത്രമായിരിക്കുന്നവരുണ്ട്. വീൽ ചെയറിലായിരിക്കുന്നവരുണ്ട്. ഓർമ്മയും ബുദ്ധിയുമില്ലാത്തവരുണ്ട്. കാഴ്ചയും കേൾവിയും ഇല്ലാത്തവരുണ്ട്. കൈകാലക്ക് ചലനമില്ലാത്തവരുണ്ടപ്പ. മാനസിക വിഭ്രാന്തി കടന്നു പോകുന്നവരുണ്ടപ്പ. കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവരുണ്ട് കർത്താവേ. അപ്പൻ്റെ ബലമുള്ള കരങ്ങളിൽ സമർപ്പിക്കുന്നു. അപ്പ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരുണ്ട്. ഉദരസംബന്ധമായ പല രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. തലയ്ക്കകത്തെ വേദനയാൽ ഭാരമുള്ളവരുണ്ട് കർത്താവേ. യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, എൻ്റെ തമ്പുരാൻ്റെ കരമൊന്ന് പ്രവർത്തിച്ചാട്ടെ. എൻ്റെ തമ്പുരാൻ്റെ കരമൊന്ന് പ്രവർത്തിച്ചാട്ടെ. നാഥാ, മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ശരീരമാസകലം അതിവേദനയും നീർക്കെട്ടുമുള്ളവരുണ്ട് കർത്താവേ. ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ട്. പല്ലിൻ്റെ വേദനയാൽ ഭാരമുള്ളവരുണ്ട് കർത്താവേ. ഇൻഫെക്ഷനാൽ ഭാരമുള്ളവരുണ്ട് കർത്താവേ. എല്ലാവരെയും തൊട്ട് സുഖപ്പെടുത്തണമേ. സൗഖ്യം കാത്തു കിടക്കുന്ന മക്കളോട് കരുണ തോന്നണമേ. ഓപ്പറേഷന് വിധേയപ്പെടുന്നവരുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്. നീ മാത്രം രോഗിക്ക് വൈദ്യന, രോഗം നീക്കുന്ന മരുന്ന കടന്നു വന്ന് ഞങ്ങളെ സഹായിച്ച് സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അലർജിയുള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, ആസ്മയുള്ളവർ, തൈറോയിഡ് ഉള്ളവരെല്ലാം സമർപ്പിക്കുന്നു. സ്വർഗം കരുതണമേ, സഹായിക്കണേ, സൗഖ്യപ്പെടുത്തണമേ. നാഥാ, സൗഖ്യപ്പെടുത്തണമേ. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഓരോരുത്തർക്കും കൊടുത്ത് സഹായിക്കണം. സുവിശേഷ വേലകളെ, വേലക്കാരെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണം. വിശ്വസ്തരായി എല്ലാം ചെയ്തെടുപ്പാൻ കൃപ നൽകുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണം. അപ്പൻ്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളാക്കി ഞങ്ങളെ തീർക്കണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.